നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നല്ലൊരു ഹൃദയവും അധ്വാനിക്കാൻ മടിയില്ലാത്ത ഒരു മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാൻ കഴിയും എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ആനിമയാണ് നറൂട്ടോ. കഥയുടെ ആരംഭത്തിൽ തൻ്റെ ചുറ്റുമുള്ള സമൂഹം വെറുപ്പോടെയും ഭയത്തോടു കൂടെയും കണ്ട പേരിന് പോലും ഒരു കുടുംബമോ സുഹൃത്തുക്കളോ ഇല്ലാതിരുന്ന നറൂട്ടോ ഉസുമാക്കി എന്ന ബാലൻ തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും അതേ വില്ലേജിനെ തന്നെ ഹൊക്കാഗെയായി വളർന്നപ്പോൾ അത് കണ്ടു വളർന്ന് നമുക്കൊക്കെ കിട്ടിയൊരു ആത്മവിശ്വാസമുണ്ട്. എൻ്റെ നാളെയും നിർണ്ണയിക്കുന്നതും എൻ്റെ വിധിയെയും നിർണ്ണയിക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന ആത്മവിശ്വാസം. നറൂട്ടോ സീരീസ് പുരോഗമിക്കുമ്പോൾ നറൂട്ടോ എന്ന ക്യാരക്ടർ വെറും ഒരു അനാഥനൊന്നുമല്ലെന്നും ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കുറേ ഹിഡൻ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നറൂട്ടോയുടെ ഈ ട്രാൻസിഷൻസ് ഒക്കെ വളരെ മനോഹരമായിരുന്നെങ്കിലും ജന്മം കൊണ്ട് നമ്മളൊന്നും അല്ലെങ്കിലും ജീവിതം കൊണ്ട് നമുക്കൊക്കെ പലതുമാകാൻ കഴിയും എന്ന് പറഞ്ഞു വെച്ച ഈ കഥയുടെ പ്രധാന ആശയം എവിടെയൊക്കെയായി നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കഥാനായകനെ പോലും നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയാണ്ട് പോയ കഥയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ആശയത്തെ അതിമനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു കഥാപാത്രമാണ് കൊനോഹ വില്ലേജിൻ്റെ സ്വന്തം മൈറ്റ് ഗായ്. നറൂട്ടോ സീരീസിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് വെൽ റിട്ടൺ ക്യാരക്ടറാണ് മൈറ്റ് ഗായ്. നറൂട്ടോ സീരീസ് എന്താണോ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതിനെ ആംപ്ലിഫൈ ചെയ്ത് കഥയുടെ തന്നെ സിംബോളിക് എലമെൻറ്റിനെ നമ്മുടെ മുൻപിലേക്ക് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ക്യാരക്ടറാണ് മൈറ്റ് ഗായ്. കഥ തുടങ്ങുമ്പോൾ ഒരു സൈഡ് ക്യാരക്ടർ എന്നതിനപ്പുറം ഒന്നുമല്ല എന്ന് തോന്നിപ്പിച്ച് കഥ മുന്നേറുമ്പോൾ നറൂട്ടോ എന്ന ഫാൻറ്റസി ആനിമയിൽ റിയൽ ലൈഫായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കണ്ടു മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നൊരു ക്യാരക്ടറാണ് മൈറ്റ് ഗായ് എന്ന് നമ്മൾ തിരിച്ചറിയും. നേടിയെടുത്ത ഓരോ നേട്ടങ്ങൾക്ക് പിന്നിലും ഒഴുക്കിയ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കണക്ക് പറയുമ്പോഴും അവിടെയൊന്നും കുറുക്കുവഴികളോ എളുപ്പവഴികളോ ഉണ്ടായിരുന്നില്ല മൈറ്റ് ഗായ്ക്ക്. മൈറ്റ് ഗായുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു ക്യാരക്ടറായിരുന്നു എറ്റേണൽ ജെനിൻ എന്നറിയപ്പെട്ട മൈറ്റ് ഗായുടെ അച്ഛൻ മൈറ്റ് ഗായ്. മറ്റു നിഞ്ചാസിനെ പോലെ നിഞ്ചുട്സു കേപ്പബിലിറ്റീസ് ഇല്ലാതിരുന്ന ഒരു നിഞ്ചയായിരുന്നു മൈറ്റ് ഗായ്. തൻ്റെ പരിമിതികൾ കാരണം ഒരു ശുനിൻ പോലും ആകാൻ കഴിയാതെ പോയ മൈറ്റ് ഗായ് കഥയിലുടനീളം ഒരു ജെനിനായിട്ടാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഥയിലുടനീളം പലരും പരിഹാസത്തോടെ മൈറ്റ് ഗായെ എറ്റേണൽ ജെനിൻ എന്ന് വിളിക്കുന്നത്. തന്നെ പുച്ഛിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ പരിഹാസങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന മൈറ്റ് ഗായ് തൻ്റെ മകനെ വളരെ ചെറുപ്പത്തിലെ തന്നെ കാണിച്ചു കൊടുത്ത പല പാഠങ്ങളുമുണ്ട്. തൻ്റെ ശുഭാപ്തി വിശ്വാസത്തിനുപരി നിത്യ യൗവനത്തെക്കുറിച്ച് പലയിടങ്ങളിലായിട്ട് മൈറ്റ് ഗായ് സംസാരിക്കുന്നുണ്ട്. യൗവനം പ്രായത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒരു കാലഘട്ടമല്ലെന്നും അതിലുപരി മനസ്സിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഒരു അവസ്ഥയാണെന്നും മൈറ്റ് ഗായ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തോൽവിക്ക് മുൻപിൽ തലകുനിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ വാർദ്ധക്യം കടന്ന് ആക്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നെവർ ഗേവ് അപ്പ് എന്നും മൈറ്റ് ഗായ് തൻ്റെ മകനെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലും വലിയൊരു വിജയം വേറെയില്ലെന്ന് മൈറ്റ് ഗായ് വിശ്വസിച്ചിരുന്നു. അതായിരുന്നു ആ ക്യാരക്ടർ തൻ്റെ മകനെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും. തൻ്റെ അച്ഛൻ്റെ പാത തുടരാനായിട്ട് നിഞ്ച അക്കാഡമിയിൽ ചേരാൻ ശ്രമിക്കുന്ന മൈറ്റ് ഗായ് ആദ്യ അവസരത്തിൽ തോറ്റുപോകുന്നുണ്ട്. പക്ഷേ ആ തോൽവിയിൽ പതരാതെ കക്കാഷിയെ വരെ അത്ഭുതപ്പെടുത്തി തൻ്റെ കഠിനാധ്വാനത്തിലൂടെ അക്കാഡമിയിൽ പിന്നീട് ചേരുന്നുണ്ട് മൈറ്റ് ഗായ്. പിന്നീട് ഒരു ജെനിൻ ടീമിൻ്റെ ഭാഗമായി മാറുന്ന മൈറ്റ് ഗായ് ഒരു മിഷൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു യാത്രയിൽ 7 സ്വർഡ്സ്മാൻ ഓഫ് മിസ്റ്റ് എന്നൊരു ടീമിന് മുൻപിൽ എത്തിപ്പെടുന്നു. അത് ഏതെങ്കിലും ഒരു 7 സ്വർഡ്സ്മാൻ ആയിരുന്നില്ല. ദേ വർ ദ സ്ട്രോങ്ങസ്റ്റ് ജനറേഷൻ ഓഫ് സ്വർഡ്സ്മാൻ. അവിടെ അവസാനിക്കുമായിരുന്ന മൈറ്റ് ഗായിയുടെയും മറ്റ് 2 ജെനിൻസിൻ്റെയും ജീവൻ സംരക്ഷിക്കുന്നത് മൈറ്റ് ഗായാണ്. ദി എറ്റേണൽ ജെനിൻ ഓഫ് കൊനോഹ വില്ലേജ്, വൺ ഓഫ് ദ വീക്കസ്റ്റ് ഓഫ് കൊനോഹ വില്ലേജ്. പക്ഷേ അവിടെ മൈറ്റ് ഗായ് കണ്ടത് അങ്ങനെ ഒരു അച്ഛനെ ആയിരുന്നില്ല. തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 8 ഗേറ്റ് ഓപ്പൺ ചെയ്ത് സ്വയം എരിഞ്ഞടങ്ങാൻ തീരുമാനിച്ച ഒരു യഥാർത്ഥ പോരാളിയാണ് അവിടെ മൈറ്റ് ഗായ് കണ്ടത്. ഒരു രാജ്യത്തിനെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള 7 സ്വർഡ്സ്മാൻ ഓഫ് മിസ്റ്റ് വില്ലേജിനെ നേരിട്ട് 7 വെട്ടിച്ചുരുക്കി 3 ആക്കിയ അണ്ടർ റേറ്റഡ് ഷിനോബിയായി മൈറ്റ് ഗായ് മരിച്ചു വീണപ്പോൾ താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ 8 ഗേറ്റ് ഓപ്പൺ ചെയ്യാവൂ എന്ന് പറഞ്ഞ മൈറ്റ് ഗായുടെ വാക്കുകളാണ് അവിടെ മരിക്കാതിരുന്നത്. മൈറ്റ് ഗായെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പുതിയ അധ്യായമായിരുന്നു. തൻ്റെ ചുറ്റുമുള്ളവരിൽ ബെസ്റ്റായ കക്കാഷിയെ ഒരു ബെഞ്ച് മാർക്കും എറ്റേണൽ റൈവലുമായി ഗായ് മനസ്സിൽ സ്വീകരിച്ചു. സ്പ്രിംഗ് ടൈം ഓഫ് യൂത്ത് എന്ന ഗായിയുടെ മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും 101% എഫേർട്ട് ഇടണമെന്നുള്ള വാശിയുമായിരുന്നു ആ ക്യാരക്ടറിൻ്റെ വളർച്ചയുടെ പിന്നിൽ. ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ഗുഡ് ആറ്റിറ്റ്യൂഡ് വാസ് ദ ബേസ് ഫോർ ഹിസ് സ്പ്രിംഗ് ടൈം ഓഫ് യൂത്ത്. കക്കാഷി ഒരു എറ്റേണൽ റൈവലായി കണ്ടിട്ട് പോലും കക്കാഷി എന്ന ക്യാരക്ടറിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞ വൺ ഓഫ് ദ ഓൺലി ക്യാരക്ടർ ഇൻ നറൂട്ടോ സീരീസ് വാസ് ദ മൈറ്റ് ഗായ്. നറൂട്ടോ സീരീസിൽ ഏറ്റവും അധികം വേദനകളിലൂടെ കടന്നുപോയ ഒരു ക്യാരക്ടറാണ് കക്കാഷി. ഒബീട്ടോ, റിൻ, തൻ്റെ അച്ഛൻ,
അവസാനം തനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട തൻ്റെ സെൻസെ. അങ്ങനെ ആ നഷ്ടങ്ങളുടെ കണക്ക് നീണ്ടു കിടക്കുകയാണ്. ഈ വേദനകളിലൂടെയെല്ലാം കക്കാശി കടന്നുപോയപ്പോൾ അവൻ്റെ കൂടെ നിന്ന ഒരു കഥാപാത്രമായിരുന്നു മൈറ്റ് ഗായ്. തൻ്റെ സുഹൃത്തിനെ എന്നേക്കുമായ വിഷാദത്തിലേക്കും ഇരുട്ടിലേക്കും നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് മൈറ്റ് ഗായ് തേർഡ് ഹോക്കായെ സമീപിക്കുന്നതും കക്കാശിയെ അൻപുവിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതും. അങ്ങനെ മൈറ്റ് ഗായ് കേണപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് അൻപുവിൽ നിന്ന് കക്കാശിയെ ഒഴിവാക്കുന്നതും ടീം 7ൻ്റെ ലീഡറായി പിന്നീട് കക്കാശി മാറുന്നതും. മൈറ്റ് ഗായ് എന്ന ക്യാരക്ടറിൻ്റെ യഥാർത്ഥ ശക്തി അവൻ്റെ 8 ഗേറ്റോ അല്ലെങ്കിൽ മസിൽ പവർ ഒന്നും ആയിരുന്നില്ല. അത് അവൻ്റെ മനസ്സും മനസാക്ഷിയുമായിരുന്നു. നിൻജുട്സു ഗെൻജുട്സു കേപ്പബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും ഒരു ഗോഡ് ലെവൽ സ്റ്റാറ്റസിലുണ്ടായിരുന്ന മദാര ഉച്ചിഹായെ ഓൾമോസ്റ്റ് ബീറ്റ് ചെയ്യാൻ വെറുമൊരു മനുഷ്യനായ മൈറ്റ് ഗായ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈറ്റ് ഗായിയുടെ കഠിനാധ്വാനത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ഫലമായിരുന്നു. സ്വയനീതി പുലർത്തിക്കൊണ്ട് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ജീവിച്ച് ജയിച്ച് കാണിക്കാൻ മൈറ്റ് ഗായ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എത്ര വലിയ വേദനയും വിഷാദവും സ്പ്രിംഗ് ടൈം ഓഫ് യൂത്ത് എന്ന മൈറ്റ് ഗായിയുടെ അപ്രോച്ച് കൊണ്ട് മറികടക്കാൻ നമുക്കൊക്കെ സാധിക്കും. മൈറ്റ് ഗായെക്കുറിച്ചും നറൂട്ടോയിലെ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്.